അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, ടീച്ചർ സൈക്കോളജിയിലെ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിനെ കുറിച്ച് കയ്യൂം സാറ് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്ന ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു നമ്മളെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ക്ലാസ് എടുക്കുന്ന ഘടനയും കൂടി ഉൾപ്പെടുന്ന മാറ്റം, അതാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ചില വിഷയങ്ങൾ കുട്ടികൾ പറയും, വിദ്യാർത്ഥികൾ പറയും, ചില വിഷയം പഠിക്കാൻ വളരെ സിമ്പിളായിരുന്നു, എളുപ്പമാണ്, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നു എന്നൊക്കെ. ഇതിനൊക്കെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഇതായിരിക്കും: ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിലെ ജയപരാജയങ്ങളായിരിക്കും. ഒരുപക്ഷെ ഏതോ ഒരു ചെറിയ ക്ലാസ്സിൽ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ മെത്തേഡിൽ വന്ന ചെറിയൊരു പിശക് കാരണം കണക്കെന്ന വിഷയത്തോട് തന്നെ അലർജിയും ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ട് പഠന മേഖലയിൽ നിന്ന് തന്നെ കണക്ക്, മാത്സ് എന്ന സബ്ജക്റ്റ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റു മേഖലകളിലേക്ക് ഇടം തേടി പോകുന്ന വിദ്യാർത്ഥികൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പല പ്രയാസങ്ങളും, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാലും, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. ഇവിടെയാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തി. ഇതിന് വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി നീങ്ങിയാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് നമുക്കിതിൽ ചെയ്യാനാവുക കൃത്യമായൊരു എക്സ്പെക്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഒരു ഡിസോർഡറിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ പലപ്പോഴും ക്ലാസ് റൂമിൻ്റെ ഒരു സ്ട്രക്ചർ ഡിസോർഡർ ആണെങ്കിൽ, അവിടെ നമുക്ക് ഒരു കാര്യവും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ആദ്യമായിട്ട് എല്ലാവരുടെയും എക്സ്പെക്റ്റേഷനെ, പ്രതീക്ഷകളെ കൃത്യമായിട്ട് ഒന്നിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് നല്ല ഒരു ക്ലാസ് റൂം റൂൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്ലാസ് റൂമിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, ഡിസിപ്ലിൻ രീതികളെക്കുറിച്ചും അത് ലംഘിച്ചാലുണ്ടാകുന്ന അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അവരെ ഒരു ബോധവൽക്കരണം നടത്തുകയും അതിനൊരു കൃത്യമായ ഒരു ലിഖിതമായ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു റൂൾസ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കുട്ടികളുടെ സ്റ്റുഡൻസ് ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഗോൾ സെറ്റിംഗ്. ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ അവരുടെ ബിഹേവിയർ ലെവലിൽ, പെരുമാറ്റ സംവിധാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഗോൾ സെറ്റിംഗ് നേരത്തെ തയ്യാറാക്കുക. അതുപോലെ തന്നെ പാരൻസിനോടും സ്റ്റുഡൻസിനോടും ഒക്കെ ഈ ഒരു എക്സ്പെക്റ്റേഷൻസ് കൃത്യമായിട്ട് ഒരു നല്ല ടീച്ചർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരു ക്ലാസ് റൂമിൻ്റെ ഒന്നാമത്തെ ഒരു എക്സ്പെക്റ്റേഷൻ സ്ഥാപിക്കുക എന്ന് പറയുന്ന പാർട്ട് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡായിട്ട് വരുന്നത് ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ക്ലാസ് റൂം കൾച്ചർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം. പോസിറ്റീവ് ക്ലാസ് റൂം കൾച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സമുച്ചയമായിരിക്കണം. പലപ്പോഴും ക്ലാസ് റൂമിലുണ്ടാകുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന പോരായ്മകളാണ് പലപ്പോഴും ക്ലാസ് റൂമിൻ്റെ ഒരു ഡിസിപ്ലിനെ തന്നെ ബാധിക്കുക. അവിടെ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് സ്റ്റുഡൻസുമായിട്ടും തമ്മിലും, അതേപോലെ തന്നെ സ്റ്റുഡൻസും ടീച്ചറും തമ്മിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, അതിൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ നന്നായിട്ട് ടീച്ചർ എൻകറേജ് ചെയ്യുക. പല വിഷയങ്ങളിലും എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളണമെന്നില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികളെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്ത്, അവരെ പ്രോത്സാഹിപ്പിച്ച്, അവരെ എല്ലാ കരിക്കുലം, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലം, പാഠ്യേതര വിഷയങ്ങളിലൊക്കെ അവരെ
ധൈര്യപൂർവ്വം അവരെ മുന്നോട്ട് കൊണ്ടുവരികയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതിൽ അടുത്തായിട്ട് വരുന്നത് പിന്നെ റെസ്പെക്റ്റ് എമംഗ് സ്റ്റുഡൻസ്. വിദ്യാർത്ഥികൾ തമ്മിൽ ഉള്ള ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടാതെ തന്നെ വിദ്യാർത്ഥികൾ തമ്മിൽ ഉള്ള ഒരു റെസ്പെക്റ്റ്. ഓരോരുത്തരും, ഓരോ കുട്ടിയും, ഓരോ സ്റ്റുഡൻറ്റും ഓരോ പ്രത്യേക കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു പ്രത്യേക ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി മകളായി വരുന്നവരായിരിക്കും. അങ്ങനെ പല കുടുംബത്തിൽ നിന്ന് വരുന്നവരായിരിക്കും. ഒരു 40 കുട്ടികളുള്ള സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ 40 കൾച്ചറുകളുടെ 40 സംസ്കാരങ്ങളുടെ ഒരു സംയോജിത രൂപമായിരിക്കും. അവിടെ അതിൻ്റെ ഒരു യൂണിറ്റി അവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു ഡിസിപ്ലിൻ കൾച്ചർ, അതേപോലെ തന്നെ ഒരു റെസ്പെക്റ്റ്, അത് ടീച്ചറുടെ ഭാഗത്തുനിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു റെസ്പെക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. മൂന്നാമതായിട്ട് വരുന്നത് മാനേജിങ് ക്ലാസ് റൂം ബിഹേവിയർ. ക്ലാസ് റൂമിലെ പെരുമാറ്റത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഘടന ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് പറയാൻ പറ്റുക പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ടെക്നിക്ക് ഒന്ന്. അതായത് പലപ്പോഴും വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുമ്പോൾ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലതരം നടപടികൾ, പ്രത്യേകിച്ച് പണിഷ്മെൻറ്റുകൾ, ശിക്ഷാമുറകൾ അധ്യാപകർ സ്വീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റായിട്ട് പരീക്ഷയിൽ എഴുതിയതിൻ്റെ കാരണത്താൽ അത് ശരിയായി പഠിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകൻ എന്ത് ചെയ്യും? 10 തവണ എഴുതാൻ പറയും. അതിൻ്റെ ശരിയായ ഉത്തരം 10 തവണ എഴുതാൻ പറയും. ഒരു ഇമ്പോസിഷൻ കൊടുക്കുക. ഇതിനാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. 10 തവണ എഴുതാൻ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. 10 തവണ എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ശരിയിലേക്ക്, ഇനി ഒരു ആവർത്തിക്കാത്ത രൂപത്തിൽ അതിലേക്ക് ശരിയിലേക്ക് വരും. എന്നാൽ അതേ സാധനം തന്നെ ഒരു 100 തവണ അല്ലെങ്കിൽ ഒരു 1000 തവണ അത് നാളെ തന്നെ എഴുതി വരണം എന്നൊക്കെ പറഞ്ഞൊരു കുട്ടിയെ നിർബന്ധിക്കുമ്പോൾ അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിലേക്ക് പോകും. അത് കുട്ടിയെ എൻകറേജ് ചെയ്യുന്നതിന് പകരം ഡിസ്കറേജ് ചെയ്യാണ്, ധൈര്യം, ആത്മവിശ്വാസവും നഷ്ടപ്പെടുന്ന രീതിയിലാണ് പോവുക. അപ്പം അതില്ലാത്ത രൂപത്തിൽ പോസിറ്റീവായിട്ടുള്ള ഇത്തരം റീഇൻഫോഴ്സ്മെന്റ് ടെക്നിക്കുകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ക്ലാസ് റൂം ബിഹേവിയർ മാനേജ്മെന്റ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക. മറ്റൊന്ന്, ഇതിൽ ഇംപ്ലിമെന്റിങ് എഫക്റ്റീവ് ഡിസിപ്ലിൻ സ്ട്രാറ്റജീസ്. പുതിയ നന്നായിട്ട് ഫലം ചെയ്യുന്ന ഡിസിപ്ലിൻ സ്ട്രാറ്റജീസ് കുട്ടികളുടെ, വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കം, അവബോധം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള നല്ല ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ടെക്നിക്കുകൾ, സ്ട്രാറ്റജീസുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. പലപ്പോഴും ഈ ടീനേജ് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഉപദേശങ്ങൾ പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പ്രായമാണ് ടീനേജ് എന്ന് പറയുമ്പോൾ. 13 to 19 ഏജിലുള്ള 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അവരുടെ മാനസിക നില പരിഗണിച്ചുകൊണ്ട് തന്നെ അവരുടെ അച്ചടക്കത്തെ കൃത്യമായിട്ട് നമുക്ക് അവരെ കർശനമായ നിയമങ്ങൾ കൊണ്ടതിന് പകരം അവർക്കും കൂടി ഇത് എൻ്റെയും കൂടി നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന രൂപത്തിലുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഭാഗത്തുനിന്നുള്ള സജഷൻസ് ആയിട്ട് അത് നോട്ട് ചെയ്തിട്ട് അവരും കൂടി ഉൾപ്പെടുന്ന ഒരു വേദിയിൽ വെച്ചുണ്ടാക്കിയ ഡിസിപ്ലിൻ റൂൾസൊക്കെ ആക്കി അതിനെ മാറ്റിയാൽ അത് വിജയപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറഞ്ഞ മറ്റൊന്നാണ് തടസ്സങ്ങൾ പരമാവധി കുറക്കുക. ലെസ് ഡിസ്റപ്ഷൻ ആൻഡ് മാക്സിമൈസ് ഇൻസ്ട്രക്ഷൻസ്. അതായത് തടസ്സങ്ങൾ, കുട്ടികളുടെ നെഗറ്റീവ് എനർജിയിലേക്ക് പോകുന്ന ഡിസ്റപ്ഷൻസ്, തടസ്സങ്ങൾ പരമാവധി ഒഴിവാക്കുകയും അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ, സപ്പോർട്ടിങ് ഉപദേശങ്ങൾ, കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. ബ്ലോക്കുകൾ പരമാവധി ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചുരുക്കം. 4ാമത് പോയിന്റ് വരുന്നത് ഓർഗനൈസിങ് ദ ക്ലാസ് റൂം എൻവയോൺമെന്റ്. ക്ലാസ് റൂമിൻ്റെ പരിസരം
അത് ഓർഗനൈസ് ചെയ്യുന്ന രീതി, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഘടന എന്ന് പറയും. ക്ലാസ് റൂമിൻ്റെ ഫിസിക്കൽ ഘടന, ആന്തരിക ഘടനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് ഡിസൈൻ കംഫർട്ടബിൾ ക്ലാസ് റൂം ലേഔട്ട്. നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ലേഔട്ട് ചെയ്യുക. നല്ല വെളിച്ചവും വായുവും ഒക്കെ ഉള്ള നല്ല എത്ര കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് സൗകര്യത്തോടു കൂടി ആ ക്ലാസ് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയുള്ള വളരെ നല്ല അറേഞ്ച്മെൻറ്റ്സോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് റൂം. രണ്ടാമതായിട്ട് അതിൽ വരുന്നത് മാനേജിങ് മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സ്. ഒരു പഠനത്തിലേക്ക് ആവശ്യമായ ഒരു വിഷയത്തിൻ്റെ പഠനത്തിലേക്ക് ആവശ്യമായ മുഴുവൻ മെറ്റീരിയൽസും അവിടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കണം. ഉദാഹരണത്തിന് ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ റെഫർ ചെയ്യാൻ പറ്റിയ പുസ്തകങ്ങൾ ക്ലാസ് റൂം സ്കൂൾ ലൈബ്രറിയിൽ അല്ലെങ്കിൽ ആ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ക്ലാസ് റൂമിൽ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കണം. ഏത് വിഷയത്തെക്കുറിച്ചും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റെഫറൻസ് വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ റെഫറൻസ് ഗ്രന്ഥങ്ങൾ അവിടെ അവൈലബിൾ ആക്കുക. അതേപോലെ തന്നെ മറ്റ് റിസോഴ്സുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അവിടെ അവൈലബിൾ ആക്കുക. നെക്സ്റ്റ് അഞ്ചാമതായിട്ട് വരുന്നത് യൂസിങ് ടെക്നോളജി ടു എൻഹാൻസ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, യൂസിങ് ഡിജിറ്റൽ ടൂൾസ് ഫോർ സ്റ്റുഡൻസ് പ്രോഗ്രസ്. സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമായ ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കുക. ഇന്ന് AI ടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന കാലഘട്ടമാണ്. അവിടെ ഏറ്റവും പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക കുട്ടികളുടെ പ്രോഗ്രസീവിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ ഇത്തരം ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുമോ അത് മുഴുവനായിട്ടും യൂസ് ചെയ്യാം. ഇംപ്ലിമെൻറ്റിങ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. കൂടുതലായിട്ട് ഗൂഗിൾ മീറ്റ്, സൂം പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, സംശയ നിവാരണം, ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. മൂന്നാമത്തെ ഭാഗമായിട്ട് വരുന്നത് ലീവറേജിങ് ടെക്നോളജി ടു മീറ്റ് സ്റ്റുഡൻസ് നീഡ്സ്. ലീവറേജിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഇത്തരം ഡിജിറ്റൽ ടൂൾസുകളെ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളുടെ ഈ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ടെക്നോളജി. ഈ ലീവറേജിങ് ടെക്നോളജി കൃത്യമായിട്ട് ഓരോ പ്ലാറ്റ്ഫോമിലും ഇന്ന് പല തരത്തിലുള്ള ഗൂഗിൾ മീറ്റ് മാത്രമൊന്നുമല്ല, ഒരുപാട് ഇത്തരം സ്റ്റുഡൻസ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയ ക്ലാസ് റൂം, ഓൺലൈൻ ക്ലാസ് റൂമുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളുടെ ഫോളോ അപ്പ് വളരെ കൃത്യമായിട്ട് ഒരു മോണിറ്ററിങ് സംവിധാനത്തിലേക്കൊക്കെ അതിന് ഉപയോഗിക്കുക. ഇതാണ് ടെക്നോളജിയിൽ വരുന്ന ഭാഗം. ആറാമതായിട്ട് വരുന്നത് മോണിറ്ററിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ്. മോണിറ്ററിങ് ആൻഡ് അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് സ്റ്റുഡൻസ് ബിഹേവിയർ. തുടർച്ചയായിട്ട് കുട്ടികളുടെ ബിഹേവിയറിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് അതിൽ വരുന്നത് മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു സ്ട്രാറ്റജീസ് ആസ് നീഡഡ്. നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത ഏത് സ്ട്രാറ്റജി ആണെങ്കിലും ആവശ്യമെന്ന് തോന്നുന്ന വർഷം ആ സമയത്ത് ആവശ്യമായ മാറ്റങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തി മോണിറ്ററിങ് സ്ട്രോങ് ആക്കുക, കർശനമാക്കുക, കൃത്യമാക്കുക. മൂന്നാമതായിട്ട് വരുന്നത് ഫോക്കസിങ് ഇൻ എഫക്റ്റീവ് പ്രാക്ടീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഫോക്കസിങ് ഓൺ എഫക്റ്റീവ് പ്രാക്ടീസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ മോണിറ്ററിങ്ങിലൂടെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും.
ആ മനസ്സിലാക്കിയതിൽ നിന്ന് ഓരോ കുട്ടിയുടെയും ഇമ്പ്രൂവ്മെൻറ്റിന് ഇനി എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയും ആ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസുകൾ നൽകിക്കൊണ്ട് അവരെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത്രയും ഭാഗമാണ് നമ്മുടെ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തിൽ വരുന്നത്. അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു 4 കാര്യം കൂടി ഉൾപ്പെടുത്താൻ പറ്റുക എന്ന് പറയുന്നത്, ഒന്ന്, ഗെറ്റ് ടു നോ യുവർ സ്റ്റുഡൻറ്റ്. നമ്മുടെ വിദ്യാർത്ഥിയെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന പഠിതാവിനെ, സ്റ്റുഡൻറ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് തുടക്കത്തിലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, സ്ട്രെങ്ത്, നല്ല കഴിവുള്ള ഏരിയകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ആ കുട്ടിയുടെ ചാലഞ്ചസ്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് വരുന്നത് യൂസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വെറും ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല, പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിലാണ് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഭാഗം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ടീച്ചിങ്ങിൽ സ്റ്റുഡൻസുമായിട്ടുള്ള ഐ കോണ്ടാക്റ്റ്, അതേപോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്ത് നോക്കി ക്ലാസ് എടുക്കുന്ന രീതി, ഓരോ കുട്ടിയെയും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അവരെ പേരുകളൊക്കെ അറിയുന്നവർ പേരുകളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്ന രീതിയായിരിക്കും കൂടുതൽ പ്രയോജനകരം. മറ്റൊന്ന്, ബി അപ്രോച്ചബിൾ ആൻഡ് അവൈലബിൾ ടു സ്റ്റുഡൻസ്. അധ്യാപകൻ വലിയ തിരക്കുള്ള ആളുകളൊക്കെ ആയിരിക്കാം, പക്ഷേ തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ എപ്പോഴും അദ്ദേഹം അവൈലബിൾ ആയിരിക്കണം. കുട്ടികളുടെ സംശയ നിവാരണത്തിന്, പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായ എന്ത് കാര്യത്തിനാണെങ്കിലും, ഡിസ്കഷന് വേണ്ടിയിട്ടും ഒക്കെ ഏത് സമയത്തും ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വെളിപ്പുറത്ത് ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അവസാനമായിട്ട് വരുന്നത് സെലിബ്രേറ്റ് സക്സസസ്. വിദ്യാർത്ഥികളുടെ കൊച്ചു കൊച്ചു വിജയങ്ങൾ പോലും ക്ലാസ് റൂമിൽ അത് ആഘോഷമാക്കി മാറ്റാനും അവരുടെ മാനസിക ഉല്ലാസത്തിനും മാനസികമായിട്ട് അവരെ ഉന്മേഷമാക്കാനൊക്കെ വലിയ സഹായമാകും. കൊച്ചു കൊച്ചു നേട്ടങ്ങൾ, അത് ചിലപ്പോൾ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ എടുക്കുമ്പോൾ അതൊരു വലിയ നേട്ടമായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ട്രിക്ട് ലെവലിലോ സോണൽ ലെവലിലോ എടുക്കുമ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു ക്ലാസ് റൂമിൽ ഒരു ഡിസ്കഷൻ നടന്നു കൊടുക്കുമ്പോൾ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല ഒരു പോയിൻറ്റ്സ് ഷെയർ ചെയ്യുന്ന വിദ്യാർത്ഥിയെപ്പോലും അഭിനന്ദിക്കാനും, അത് കുട്ടികളുടെ വിജയങ്ങൾ, അവരുടെ ചില എക്സാമിനുകളിൽ, അതേപോലെ തന്നെ മറ്റു മേഖലകളിൽ ഉണ്ടാകുന്ന അവരുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ പോലും അത് അംഗീകരിക്കാനും ആഘോഷിക്കപ്പെടാനും ക്ലാസ് റൂം വേദിയാവുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ആ ക്ലാസ് റൂമിൽ ഇരിക്കാനും അവിടെ എത്താനും ഒക്കെ വലിയ ഉത്സാഹം കാണിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡീഷണൽ ആയിട്ട് ചേർക്കാൻ പറ്റിയ 4 ഭാഗങ്ങൾ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാം.